അപ്പോ ആരോഗ്യം എല്ലാ കാലത്തും നമുക്ക് ശരീരത്തിനും മനസ്സിനും ഗുണം ചെയ്തു തരണമെങ്കിൽ ആയുർവേദം ലോകം തെളിയിച്ചു കഴിഞ്ഞു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും UN അംഗീകരിച്ചു. മുഴുവനും ആയുർവേദ പ്രോഡക്റ്റുകളായി മാറി. ഒറ്റ വാക്കി പറഞ്ഞാൽ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നമുക്കൊരു ജൈവ സംസ്കാരത്തിന്റെ ആവശ്യകത അനിവാര്യമായിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മുന്നേറണം. ഇതാണ് നമുക്ക് ശാശ്വത പരിഹാരം. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ലോകത്തിന്റെ ഹബ്ബായി മാറി ഭാരതം. അതിന്റെ ക്യാപിറ്റൽ സിറ്റിയായി കേരളം. എന്തിന്റെ പുറകെ പോയിട്ടാണ്? നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പൊ ആരോഗ്യം നമുക്ക് ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ വേണം? ശക്തമായി നല്ല ആഴവും ദൈർഘ്യമുള്ള ശ്വാസം നമുക്ക് എടുത്തുവിടാൻ പറ്റണം. ആരോഗ്യത്തിന്റെ ലക്ഷണമാണത്. രണ്ടാമത്തെ, രോഗങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ. മൂന്നാമത്തത് എന്താണ്? ഡൈനാമിക് എക്സ്പ്രഷൻ ഓഫ് ബോഡി. ഞാൻ വീണ്ടും പറയാം, ഡൈനാമിക് എക്സ്പ്രഷൻ ഓഫ് ബോഡി. സദാ ഊർജസ്വലനായി മാറുന്നത്. പിന്നെന്താണ്? ടെൻഷൻ ഫ്രീ ലൈഫ്. ഒരു കാര്യത്തിന് നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. പിന്നെ എന്താണ് അടുത്തത്? വിട്ടുകൊടുക്കാനുള്ളൊരു മനോഭാവം. പിടിച്ചു വെക്കാനുള്ള മനോഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വിട്ടുകൊടുക്കാനുള്ള ഒരു മനോഭാവം. അൺകണ്ടീഷണൽ സേവ. ഒരു ഉപാധിയില്ലാതെ നമ്മൾ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക് പങ്കുവെക്കാനുള്ള ഒരു മനോഭാവം. അൺകണ്ടീഷണൽ സേവ. അതൊക്കെ നേടിയെടുക്കാൻ എന്താ വഴി? ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഇതാണ് ഒരു മുഖവുര ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ പ്രൊഡക്റ്റ് ആണ് ഫാറ്റ് എവേ ടാബ്. അതായത് നമ്മുടെ ദേഹത്ത് നിന്ന് നമുക്ക് വേണ്ടാത്ത കൊഴുപ്പിനെ റിമൂവ് ചെയ്യാൻ. ഇതിനൊരു സർജറി ഉണ്ട്. ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള, എന്നെ സർജറി ചെയ്തതല്ല. എന്റെ മോനുമായിട്ട് ലക്ഷർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഒരു മദാമ വന്നു ഫോറിനിൽ നിന്ന്. അവര് വന്നിരിക്കുന്നത് കോസ്മെറ്റിക് സർജറി ചെയ്യാൻ. കഴുത്ത്, വയറ് ഭാഗത്തു നിന്നൊക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് ആ സ്കിന്ന് കട്ട് ചെയ്ത് അതിന്റെ ഉള്ളിൽ നിന്ന് നെയ്യൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി. ലക്ഷക്കണക്കിന് രൂപയാണ് ആ സർജറിക്ക്. എന്തുകൊണ്ടാണിത്? ലൈഫ് സ്റ്റൈലിൽ വന്ന വൈകല്യം. എന്ത് നല്ലത്, എന്ത് തിരിച്ചറിയാ, മോശം എന്ന് തിരിച്ചറിയാതെ ഭക്ഷിച്ചു. അത് കൊഴുപ്പായിട്ട് ശരീരത്തിലേക്ക് ഡെപ്പോസിറ്റ് ആയി. ആ ഡെപ്പോസിറ്റ് ആയ കൊഴുപ്പിനെ റിമൂവ് ചെയ്യാനുള്ള ആയുർവേദ സംസ്കൃതിയുടെ, ഭാരതീയ സംസ്കൃതിയുടെ ഒരു സംഭാവനയാണ് എന്ത്? ഫാറ്റ് എവേ ടാബ്. 60 എണ്ണം ഉണ്ടാകും അതൊരു ബോട്ടിൽ. അപ്പൊ ഈ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ആയതിന്റെ വഴി എന്തൊക്കെയാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ജീവിത ശൈലി. ജീവിതശൈലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു പെട്ടെന്ന് ഉറങ്ങല്, ഭക്ഷണം കഴിക്കാതിരിക്കല്, ഓവറായിട്ട് ഭക്ഷണം കഴിച്ച് ബാക്കിയൊക്കെ വന്നു കൊണ്ട കളയണം, അത് കളയൂല, അതും കൂടെ കഴിക്കല്. ഇങ്ങനെ പല രീതിയിലുള്ള ശൈലി. പിന്നെന്താണ്? ഈ ഡെപ്പോസിറ്റ് ആയിട്ട് ഈ ഫാറ്റിനെ നമുക്ക് നിർവീര്യമാക്കണം, റിമൂവ് ചെയ്യണം, ഫ്ലഷ് ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഫാറ്റ് അവേ ടാബ്. ഇനി ഇതിന്റെ ഇൻഗ്രീഡിയന്റ് പറയാം. എന്തൊക്കെയാണ് ഇതിന്റെ ചേരുവ? എല്ലാവരും അത് കൃത്യമായ രീതിയിൽ ആവശ്യകത പറഞ്ഞു. ഇനി അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്? അതായത് അലോവേര, കറ്റാർ വാഴ. പുതിയ ആളുകൾക്ക് വേണ്ടി പ്രത്യേകം എടുത്ത് പറയണു, ആയുർവേദത്തിന്റെ രാജാവാണ് കറ്റാർ വാഴ. രാജ്ഞി എന്ന് പറഞ്ഞാൽ തുളസി. ഓക്കെ, പിന്നെന്താണ്? ഖിലായി, ചിറ്റമൃത്. മൂന്നാമത്തത് ഗുൽഗുലു. നാലാമത്തെ ഗാർസീനിയ. ഗാർസീനിയ എന്ന് പറഞ്ഞാൽ കുടംപുളി എന്നാണ്. നമ്മൾ കറിക്കത്തൊക്കെ ഇട്ടില്ലേ കുടംപുളി? അതൊക്കെ നമ്മൾ ഇട്ട് പുളി മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ത് സംഭവിക്കും? അതിന്റെ ആ ജൈവ സമ്പത്ത് പോകും. തിളച്ച് വേവിച്ച് എല്ലാം കഴിയുമ്പോൾ ന്യൂട്രിയന്റ് വാല്യൂ പോകും. അത് ന്യൂട്രിയന്റ് വാല്യൂ പോകാതെയാണ് നമുക്ക് ഈ ലഭിക്കുന്നത്. അപ്പൊ കുടംപുളി, പിന്നെ ഗാർലിക്, വെളുത്തുള്ളി, പിന്നെ ഗ്രീൻ ടീ. അടുത്തത് അനന്തമൂൾ. എന്താണ് അനന്തമൂൾ? അനന്തമൂൾ എന്ന് പറഞ്ഞാൽ നറുനീണ്ടി എന്ന് പറയും. ഇതിന്റെ എല്ലാത്തിന്റെ അബ്സ്ട്രാക്റ്റ് ആണ് ഈ ടാബിനകത്ത് അടങ്ങിയിരിക്കുന്നത്.
എല്ലാവരും എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഒരു എഴുത്ത്, ഈ ഒരു ഇൻഗ്രീഡിയന്റ് എഴുത്ത്, ഇതാണ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി തരുന്നത്. ഇത്രയും ചേരുവയുണ്ട് ഇതിനകത്ത്. ആ ചേരുവ എന്ത് ചെയ്യും? അത് നമ്മുടെ ശരീരത്തിൽ പണിതോളും. എങ്ങനെ പണിതോളും? പാരസ്പര്യപ്പെട്ട്, ജൈവ സംസ്കാരം ആയിട്ട് ബന്ധപ്പെട്ട്. അവിടെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, റിയാക്ഷൻ വരുന്നില്ല, മറ്റൊന്നും വരാതെ നമ്മളെ സ്നേഹിച്ച് കുഞ്ഞുങ്ങളെ എടുക്കുന്ന പോലെ ഇവൻ നമ്മുടെ ശരീരത്തിൽ പതിയെ പതിയെ ആ ഫാറ്റിനെ റിമൂവ് ആക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും? ഇപ്പൊ എന്ത് നമ്മൾ പറഞ്ഞു? ആവശ്യകത പറഞ്ഞു, ഇൻഗ്രീഡിയന്റ് പറഞ്ഞു, ഇനി എന്താണ് ബെനിഫിറ്റ്? ഇതിന്റെ നേട്ടം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്, ഈ ബാഡ് ഹീറ്റിംഗ് ഹാബിറ്റ്, ശരീരത്തിന് പറ്റാത്ത രീതിയിലുള്ള ആ ബാഡ് ഹീറ്റിംഗ് ഹാബിറ്റിലൂടെ, ലൈഫ് സ്റ്റൈലിലൂടെ, ലാക്ക് ഓഫ് എക്സർസൈസ്, പലരും എക്സർസൈസ് ചെയ്യുന്നില്ല. ഈ കാരണങ്ങളൊക്കെ വഴി എന്ത് സംഭവിക്കും? നമുക്ക് ദേഹത്തിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ആകും. അതിന്റെ റിഫ്ലക്ഷൻ ആണ് ഒബൈസിറ്റി, തടി കൂടി വരിക. അതുവഴി എന്തൊക്കെ സംഭവിക്കും? കൊളസ്ട്രോള്, അതിന്റെ ബാലൻസ് അത് അൺബാലൻസിങ് ആയി പോകും. ബ്ലഡിന്റെ പ്രഷർ കയറി പോകും, ഡയബറ്റിക് വരും, ലിവർ ഡിസീസ്, ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ. എല്ലാത്തിന്റെ മൂല കാരണമാണ് ഈ കൊഴുപ്പ് ശരീരത്തിൽ ഡെപ്പോസിറ്റ് ആകുക എന്നുള്ളത്. ഇതിനെല്ലാം എന്ത് സംഭവിക്കും? ഇതിനെയൊക്കെ മറികടക്കാം. എന്ത് മനോഹരമാണെന്ന് ആലോചിച്ച് നോക്കിയത്. ഇതാണ് ആയുർവേദത്തിന്റെ രഹസ്യം. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഈ പ്രശ്നത്തിനെ എല്ലാം മറികടക്കാം. അപ്പൊ എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടാവുന്നത് ഈ ഫാറ്റ് വഴി? മാരകമായ ഒട്ടുമിക്ക രോഗങ്ങളും ഉണ്ടാകുന്ന ഇതുവഴിയാണ്. നമ്മളിത് കഴിച്ചാലുള്ള നേട്ടം എന്താണ്? ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം. ഈ പ്രശ്നങ്ങൾ എങ്ങനെ ഒഴിവാകും? അതിന്റെ സയൻസ് ആണ്. കഴിക്കണ ആഹാരത്തിനെ സമയബന്ധിതമായിട്ട് ദഹിപ്പിക്കും. ക്ലിയർ ആയല്ലോ? ആ ദഹനം പൂർണ്ണമാക്കുമ്പോഴാണ് അവിടെ ആ ഫാറ്റ് നിർവീര്യമായി പോകുന്നത്. അറ്റ് ദ സെയിം ടൈം ബോഡിയിലുള്ള ആ ഫാറ്റിനെ നിർവീര്യമാക്കുകയും ചെയ്യും. ഇത് ഒരു ടാബ്ലറ്റ് രാവിലെയും ഒരു ടാബ്ലറ്റ് വൈകിട്ടും. വൈകിട്ടെന്ന് പറഞ്ഞാൽ രാത്രി 10-11 ആ സമയത്തല്ല. മിക്കവാറും ഒരു നല്ല ഹെൽത്തി വെൽത്തി ലൈഫ് സ്റ്റൈല് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ ക്രമേണ 10 മണിക്ക് ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അത് 9:30-8:30 ആക്കുക, പിന്നെ അത് 8 കുറയ്ക്കുക. ഞാൻ ഇത്തിരി കടത്തി പറഞ്ഞേക്കാം. 8 മണിക്കുള്ളിൽ അടുക്കള പൂട്ടി താക്കോലെടുത്ത് മാറ്റി വെച്ചേക്കണം. ഒരു കാര്യം ഉറപ്പു തരാം, നിങ്ങളുടെ പരമ്പര തലമുറകളായിട്ട് നിങ്ങൾ ആരോഗ്യവാനും ആരോഗ്യവതികളുമായി മാറും. അധികം ആൾക്കാർ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയാം. ആരെങ്കിലും ഇങ്ങനെ രാത്രിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അവര് എന്തിലേക്കാണ്? വിനാശത്തിലേക്കാണത്. അവർക്ക് പറയാൻ കുറെ ന്യായങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം അവിടെ ഇരുന്നോട്ടെ. പക്ഷെ ആരോഗ്യത്തിന്റെ റൂട്ട് ഇതാണ്. ഓക്കെ, ഈ ടാബ്ലറ്റ് ഒരെണ്ണം കഴിക്കുകയാണ്, വെറും 10 രൂപയെ നമുക്ക് ചെലവ് വരുള്ളൂ. ഒരെണ്ണം കഴിക്കാൻ. അപ്പൊ ആഹാരത്തിന് മുമ്പാണിത് കഴിക്കേണ്ടത്. ഫാറ്റ് ബൈ ടാബ് മറന്നു പോകരുത്. ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ ഗുണങ്ങളില്ല. ആയുർവേദ പ്രൊപ്പറേറ്ററി മെഡിസിൻ എന്ത് കഴിക്കുമ്പോഴും ഒരല്പം ചൂടുവെള്ളം നമ്മൾ കഴിക്കണം. എന്തിനാണ് ഈ ചൂടുവെള്ളം കഴിക്കേണ്ടത്? ആ പ്രൊഡക്റ്റ് ദഹിക്കണം. അത് അങ്ങനെ തന്നെ കിടന്നാൽ അത് അസിഡിറ്റി ആയി മാറും. ഒരു ലേശം വെള്ളം ചൂടുള്ളത് നമ്മളൊരു പാത്രത്തിൽ എടുത്ത് വെച്ചേക്കുക. എപ്പോഴും ആവശ്യം വരും, അന്നേരം നമ്മൾ എടുക്കേണ്ട ആവശ്യത വരുന്നില്ല. അടുത്ത പ്രൊഡക്റ്റ് ആണ് ഹെർബൽ ടാങ്കി. ഹെർബൽ ടാങ്കി ഇതും 60 എണ്ണമാണ് ഇതിന്റെ ഈ ഒരു ബോട്ടിലിനകത്തുള്ളത്. ഹെർബൽ ടാങ്കിനെ കുറിച്ച് പറയുമ്പോ നിറയെ ആന്റി ഓക്സിഡന്റും ആന്റി ഏജിങ്ങിന് വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഹിമാലയൻ ബെറിയുടെ വേറൊരു വേർഷനാണിത്.
ഹിമാലയൻ ബെറി അത് ലിക്വിഡാണ്, ലിറ്റർ കണക്കിനുള്ളതാണ്. ഇതുപോലെയുള്ള ഇതിന്റെ വലിയ ബോട്ടിലുകളൊക്കെയാണ്. പക്ഷെ ചില സന്ദർഭത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റാതെ വരും, ട്രാവൽ ചെയ്യണവർക്ക്. അപ്പൊ ഇത് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ട് വരും. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഹെർബൽ ടാങ്ക് വാങ്ങിച്ചാൽ മതി. എന്ന് വിചാരിച്ച് ഹിമാലയൻ ബെറിയുടെ ഗുണങ്ങൾ മുഴുവൻ കിട്ടില്ല. കാരണം അത് ലിക്വിഡ് രൂപത്തിലുള്ളതാണ്. അത് ഡൈജഷനും നമ്മുടെ ഉള്ളിലേക്ക് റീച്ച് ചെയ്യാനും സഡൻ ആക്ഷൻ ആയിരിക്കും. കാരണം ദ്രവരൂപമാണ്. നമ്മുടെ ഈ ഹെർബൽ ടാങ്ക് ഖരരൂപമാണ്. ഖരരൂപം വരുമ്പോൾ അത് ദഹനത്തിന് ദഹിച്ച് അത് സെല്ലുകളിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് താമസം വരും. എന്നാലും അത് കഴിക്കാതിരിക്കണേക്കാളും നല്ലതാണ്. ഒരു 60-70% റിസൾട്ട് കിട്ടും അതിന്. ഓക്കെ, അപ്പൊ ഇതെല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും കഴിക്കാൻ പറ്റിയതാണ്. എന്താണ് ഏജിങ്ങിന് സ്ലോ ആക്കും? ഏത് വഴി? ആന്റി ഓക്സിഡന്റ് വഴി. അതൊക്കെ വിശദീകരിക്കാം. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആംബുലായുടെ എക്സ്ട്രാക്ട് ഉണ്ട്, അതായത് നെല്ലിക്കയുടെ എക്സ്ട്രാക്ട്. പിന്നെ ഹിമാലയൻ ബെറി ഉണ്ട്. പിന്നെ വളരെ എന്താണ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഓറഞ്ച് ജ്യൂസിന്റെ എക്സ്ട്രാക്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കേ, ഓറഞ്ച് ജ്യൂസിന്റെ എക്സ്ട്രാക്ട്, ജ്യൂസ് അല്ല അതിന്റെ എക്സ്ട്രാക്ട്. അടുത്ത എന്താണ്? ലെമൺ ജ്യൂസിന്റെ എക്സ്ട്രാക്ട്. പിന്നെയോ ഗ്രേപ്പ് ഫ്രൂട്ടിന്റെ എക്സ്ട്രാക്ട്. ഒരു അത്ഭുത പ്രൊഡക്റ്റ് ആണ് ഇത്. പലരും ഇത് അറിയാതെ പോകുന്നുണ്ട്. ഞാൻ തന്നെ ഇത് വളരെ വൈകിയാണ് അറിഞ്ഞത്. കാരണം ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളുണ്ട്. പറഞ്ഞു ഇങ്ങനെ എല്ലാം കൂടെ ഒപ്പം മേടിച്ച് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. എന്തൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് അടങ്ങിയിരിക്കുന്നത്? അമുലയുടെ എക്സ്ട്രാക്ട്, ഹിമാലയൻ ബെറിയുടെ എക്സ്ട്രാക്ട്, ഓറഞ്ച് ജ്യൂസിന്റെ എക്സ്ട്രാക്ട്, ലെമൺ ജ്യൂസിന്റെ എക്സ്ട്രാക്ട്, ഗ്രേപ്പ് ജ്യൂസിന്റെ മുന്തിരിയുടെ അതിന്റെ എക്സ്ട്രാക്ട്. ഇത്രയും എക്സ്ട്രാക്ട് ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. വളരെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണത്. ഇനി ഇതിന്റെ ബെനിഫിറ്റിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഓൾ ഡേ, രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ ഫിറ്റ് ആയിരിക്കും. ത്രൂ ഔട്ട് ഒരു മടി, ഒരു തളർച്ച, ഒരിങ്ങനെ കിടക്കുന്ന ക്ഷീണം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. എന്താ കാര്യം? 400ഓളം ഹെർബൽ ന്യൂട്രിയന്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. രണ്ടുമല്ല, 400ഓളം നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള. എന്ത് മനോഹരമാണ്! എനിക്കിതൊക്കെ പറയുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയോ? ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാനും ഇതൊക്കെ പറയാനും അനുഭവിക്കാനും മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും കിട്ടുന്ന ആ ഒരു അവസരം, ഇതൊരു നിസ്സാരമല്ലത്. നമ്മളൊരു സാധാരണക്കാരനായിട്ട് ഇതുപോലത്തെ അവസരത്തിലൊക്കെ വരാതെ എങ്ങാനും വെറും ഓർഡിനറി ആയിട്ടൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ അനുഭവിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടാൻ പോണില്ല. അപ്പൊ ഈശ്വരൻ നമ്മളെ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു അവസരത്തിലാണ് നമ്മളിപ്പോ ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയാ, ഒരു ടാബ് കഴിക്കുന്ന വഴി എന്തൊക്കെ എനിക്ക് പിന്നെ പറയാൻ തോന്നുള്ളൂ. മുന്തിരിയുടെ എക്സ്ട്രാക്ട്, നാരങ്ങയുടെ എക്സ്ട്രാക്ട്, പിന്നെന്താണ് ഓറഞ്ച് ജ്യൂസിന്റെ എക്സ്ട്രാക്ട്, ഹിമാലയൻ ബെറിയുടെ എക്സ്ട്രാക്ട്, അമല ജ്യൂസിന്റെ എക്സ്ട്രാക്ട്. ഇത്രയും സാധനമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഒരു നിസ്സാര സംഭവം അല്ലിത്. ഇതൊക്കെ നമ്മുടെ പാർട്ട് ഓഫ് ദ ലൈഫാക്കി മാറ്റണം ഈ പ്രോഡക്റ്റുകളൊക്കെ. എന്താണ് ഈ ഗുണങ്ങൾ കിട്ടുന്നത്? ത്രൂ ഔട്ട് ഓൾ ഡേ ഫിറ്റ് ആയിരിക്കും നമ്മൾ. എന്താ കാരണം? 400ഓളം ന്യൂട്രിയന്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സിയുടെ കലവറയാണ് ഇതിനകത്ത്. അതുകൊണ്ട് എന്താ കിട്ടുന്നത്? ബൂസ്റ്റ് ഹെൽത്ത് ആൻഡ് ഇമ്മ്യൂണിറ്റി. എപ്പോഴും നമ്മൾക്ക് നല്ല പ്രതിരോധ ശേഷിയായിരിക്കും. അതോടൊപ്പം എന്തൊക്കെ കിട്ടും? ലിവറിന് പ്രൊട്ടക്ഷൻ കിട്ടും. ലിവറിന് പ്രൊട്ടക്ഷൻ കിട്ടിയാൽ എന്താണ് അതിന്റെ നേട്ടം? വിവിധങ്ങളായ രോഗങ്ങൾ വരാതിരിക്കും. ലിവർ പക്കയാൽ ആ ആളിലേക്ക് എന്തെങ്കിലുമൊക്കെ സാംക്രമിക രോഗാണുക്കൾ വരുമോ? ഒന്നും വരില്ല. അതുകൊണ്ടൊക്കെ ഉള്ള ഗുണം എന്താണ്? മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ എവറി മൊമെന്റിൽ നമ്മൾ ഫിറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്ക് ഒബേസിറ്റി ഒക്കെ ഉണ്ടാവുമോ? ബ്രീത്തിങ് ഡിസോർഡർ ഉണ്ടാവോ?
ബ്ലഡിന്റെ പ്രഷർ കൂടുവോ? ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഹെർബൽ ടാങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ. ഇപ്പൊ ആ ടാങ്കിയൊക്കെ എടുത്താൽ എന്തൊക്കെയോ ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് ഇപ്പോ. 50% ബിസിനസ് ഓളിയോ അതോ മറ്റെന്തോ പ്രൊഡക്റ്റുകളൊക്കെ കിട്ടും. അത് സാർ അതിനെ കുറിച്ച് വിശദീകരിക്കും. ഒക്കെ ഇത് കഴിക്കുന്ന രീതി പറയാം. ഒരെണ്ണം ഒരു ദിവസം. നിങ്ങൾ രാവിലെ കഴിച്ചാൽ വൈകോളം ഫിറ്റ് ആയിരിക്കും. ക്ഷീണമെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അപ്പൊ ഇത് അറിയണം. ഇത് ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ ഉപയോഗിക്കുമ്പോ ഇത് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കണം. അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ചില്ല എന്ത് സംഭവിക്കും? ഇത് നമുക്ക് തുടരാൻ തോന്നൂല. ക്ലിയർ? 7 രൂപയെ വരുള്ളൂ ഇത് ഒരെണ്ണത്തിന്. IMC പ്രവേശിച്ച് 2500 ബിസിനസ് വോളിയം ചെയ്ത ഒരാളിന് 30% ഡിസ്കൗണ്ടിലാണ് ഈ സാധനം കിട്ടുന്നത്. അങ്ങനെ വരുമ്പോ ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ചാൽ വെറും 7 രൂപ. ഒന്ന് നോക്കിയാ 7 രൂപയ്ക്ക് ഓറഞ്ച് ജ്യൂസ്, നാരങ്ങ ജ്യൂസ്, മുന്തിരിയുടെ ജ്യൂസ്, ഹിമാലയമറിയുടെ ജ്യൂസ്, അമ്ലയുടെ ജ്യൂസ് എല്ലാം അനുഭവിക്കാൻ ഒരു മഹാഭാഗ്യം ഹെർബൽ ടാങ്കിലൂടെ ലഭ്യമാണ്. ഒക്കെ പങ്കുവയ്ക്കണം. നമുക്ക് നമ്മുടെ വീട്ടിലാകാം എല്ലാവർക്കും ആദ്യം പങ്കുവയ്ക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് പങ്കുവയ്ക്കും. ഈ പങ്കുവയ്ക്കലിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാല് നിങ്ങൾ അധികം ഒന്നും പറയേണ്ടതെന്ന് എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഒരുപാടൊന്നും പറയണ്ട. നിങ്ങളെ കണ്ടാലേ അവർക്ക് IMC കടന്നു വരണമെന്ന് തോന്നും. അത്ര ഉണർവായിരിക്കും നിങ്ങൾ, അത്ര ആക്റ്റീവ് ആയിരിക്കും നിങ്ങൾ, അത്ര എനർജറ്റിക് ആയിരിക്കും നിങ്ങൾ, അത്ര അലർട്ടഡ് ആയിരിക്കും നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളെ ഇഷ്ടപ്പെടൂലേ മറ്റുള്ളവര്? തീർച്ചയായിട്ടും വരും. എന്താണ് വേണം? അല്ലെ എന്താണ് ചേച്ചി, ചേട്ടാ, സാറ് ആള് വളരെ ഉഷാറാണല്ലോ. അതാണ് IMC. IMC എന്താ IMC ഒക്കെ പറയാനൊരു അവസരമായത്. അപ്പൊ ഒറ്റ കാര്യമുള്ളത്, നമ്മൾക്ക് ഇതിനകത്ത് നല്ല ഒരു ആത്മവിശ്വാസത്തിൽ നിന്നിട്ടുള്ള ഒരു ആവേശം ഉണ്ടാവണം. ഇതൊക്കെ ചെന്നാലേ ഉണ്ടാവുന്നത്. ഉറപ്പാണ്, ഗ്യാരണ്ടി. കാരണം എന്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ പങ്കുവയ്ക്കുന്നത്. അടുത്ത പ്രോഡക്റ്റ് അലോ സ്കിൻ ഗാർഡ് ക്രീം. എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. അലോ സ്കിൻ ഗാർഡ് ക്രീം വളരെ സൂപ്പർ ഫാന്റാസ്റ്റിക് ആൻഡ് മിറക്കിൾ പ്രോഡക്റ്റ് ആണത്. അലോ സ്കിൻ ഗാർഡ് ഇത് സ്കിൻ കെയറിലുള്ള ഒരു കാറ്റഗറിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണത്. എന്തുകൊണ്ടാണ് അത് ഇവിടെ എടുത്ത് പറയാൻ കാര്യം? ഇത് ഹെൽത്ത് റിലേറ്റഡും കൂടിയാണ്. അലോ സ്കിൻ ഗാർഡ് ക്രീം 30 ഗ്രാം ഉണ്ടാവും ഈ സാധനം. ഇന്നത്തെ മിക്കവാറും അതിഥിയായിട്ടുള്ള ഗസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇതായിരിക്കും. അലോ സ്കിൻ ഗാർഡ് ക്രീം. സ്കിൻ സംബന്ധമായ പ്രോബ്ലം അതൊരു വലിയ വിഷയമാണ്. കാരണം നമ്മുടെ 5 എലമെന്റിൽ, അതായത് 5 ഇന്ദ്രിയങ്ങളുണ്ട് നമുക്ക്. എന്തൊക്കെയാണ്? കണ്ണൊന്ന്, മൂക്ക് 2, നാവ് 3, ചെവി 4. 5ാമത്തെ ഇന്ദ്രിയം ഏതാണ്? സ്കിന്നാണ്. നമ്മുടെ ബോഡിയിലുള്ള സ്കിൻ. ഈ സ്കിന്നിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് നിരവധി പേർ പ്രശ്നത്തിലാണ്. ജീവിതകാലം മുഴുവൻ പ്രശ്നത്തിൽ. സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിസീസ്, ഇതിന്റെ ഹോസ്പിറ്റലിൽ പോയാൽ അതിലും വലിയ പ്രശ്നമാണ്. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യണം. ചെന്നാൽ 2 മാസത്തെ 3 മാസത്തെ അതിൽ കുറഞ്ഞ മെഡിസിൻ തരൂല്ല അവര്. എനിക്കൊരു കൂട്ടുകാരനുണ്ട്. അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ ഷോപ്പിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സെയിൽസിന് നിൽക്കുമായിരുന്നു. ആ മെഡിക്കൽ ഷോപ്പ് കാരണം ഒരു നല്ല ജോലി കിട്ടി. ജോലി കിട്ടിയപ്പോ എന്ത് പറ്റി? ഈ സെയിൽസിൽ ആ ഗേളിനെ പിടിച്ച് അവരെ ഇത് ഏൽപ്പിച്ചു. അപ്പൊ അവരുടെ ഹസ്ബൻഡ് എന്താ ജോലിക്കാരനായിരുന്നു. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ജോലി നിർത്തുകയാണ്, എന്റെ വൈഫ് ഒരു മെഡിക്കൽ ഷോപ്പ് എടുത്തിട്ടുണ്ട്, അപ്പൊ അവിടെ ഒരാള് വേണം. അങ്ങനെ ചെന്നു. ഇയാള് മെഡിക്കൽ ഷോപ്പ് ആരംഭിച്ചു. ഇയാളുടെ ഭാഗ്യത്തിന് അവിടെ ഒരു മോർ മാർക്കറ്റും വന്നു. അപ്പൊ ഈ മാർക്കറ്റിലേക്ക് വരുന്ന ആൾക്കാരെല്ലാവരും ഇരച്ചു പൊളിച്ച് ഈ മെഡിക്കൽ ഷോപ്പിലേക്കും വരും. ഇത് കണ്ടപ്പോ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു താല്പര്യം. മോർ മാർക്കറ്റ് വന്നപ്പോ അവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നില്ല. എങ്കിൽ പിന്നെ ഈ കെട്ടിടത്തിന്റെ മേളിൽ ഒരു മുറി എടുത്തിട്ട് ഒരു ഡോക്ടറെ ഇരുത്തി കഴിഞ്ഞാൽ അവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുമല്ലോ.
അങ്ങനെ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ ആൾക്ക് കിട്ടിയ ഒരു ഡോക്ടറാണ് സ്കിന്നിന്റെ ഡോക്ടർ. സ്കിന്നിന്റെ ഡോക്ടർക്ക് ഒരു പ്രത്യേകത എന്താണ്? ഒരു പേഷ്യന്റ് അവിടെ വന്നാൽ മിനിമം ഒരു 2000, 3000, 4000 രൂപയുടെ മരുന്ന് മേടിച്ചിട്ടേ പോകുള്ളൂ ഒരാൾ വന്നാൽ. കാരണം എന്താണ്? ഇതിന്റെ ചികിത്സ ആ രീതിയിലാണ്. ഈ മെഡിസിൻ ആ ഡോക്ടർ ഇരിക്കുന്നിടത്ത് അല്ലാതെ വേറെ ഒരു സ്ഥലത്തും കിട്ടുകയില്ല. പിന്നെ സംഭവിച്ച സംഭവം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തത്രയും പൈസ അങ്ങോട്ട് വന്ന് തടിയൊക്കെ വെച്ച് വണ്ണം വെച്ച് വീങ്ങിട്ട് നടക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യണം. ഇത് പറയാൻ കാര്യം സ്കിന്നിന്റെ വിഷയം അത്ര വലിയ ഒരു ഭയങ്കര പ്രോബ്ലമാണ്. സ്കിന്നിന് ധാരാളം പ്രശ്നങ്ങളുണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ളത്. പിന്നെ സ്കിന്നിന് തന്നെ സ്കിന്നിന് ഇന്റേണൽ ആയിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പ്രോഡക്റ്റ് എന്തിനുള്ളതാണ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ളതാണ്. ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ബേസ് പ്രൊഡക്റ്റ് കഴിക്കണം. 12 പ്രൊഡക്റ്റ് ന്യൂട്രീഷണൽ ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് ബാക്കി ആയിക്കോളൂ. പക്ഷെ പുറമെ വന്നിട്ടുള്ളത് ഇനി നമ്മുടെ ദേഹം ചൊറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ചൊറിച്ചില്, ദേഹം മൊത്തം ചൊറിച്ചില്. മിക്കവാറും ആളുകൾക്ക് ഉള്ള ഒരു രോഗമാണ് ചൊറിച്ചില്, ദേഹം ചൊറിച്ചില്. ഈ ചൊറിച്ചിലിന്റെ സയൻസിനെ കുറിച്ച് പിന്നെ അറിയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? എന്താണ് ഈ ചൊറിയാൻ കാരണം? ചൊറിഞ്ചന പോലെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതൊരു അതിൽ നിന്ന് വന്നതാണ്. ആ ചൊറിച്ചിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അലർജി മാതിരിയുള്ള സ്കിന്നിലെ ചൊറിച്ചിൽ. ചൊറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉള്ളിൽ നിന്ന് ധാരാളം അണുക്കൾ ടോക്സിന്റെ രൂപത്തിൽ വെളിയിലേക്ക് വന്നു. ആ വെളിയിലേക്ക് വന്നിട്ട് ആ അണുക്കളെ തിന്നാൻ നമ്മുടെ ദേഹത്തുള്ള അണുക്കള് പ്രയത്നിക്കും. അപ്പോഴാണ് ഈ ചൊറിച്ചിൽ വരുന്നത്. ഒന്നുകൂടെ പറയാം, നമ്മുടെ ദേഹത്തിൽ നിന്ന് ധാരാളം അണുക്കൾ ത്വക്കിലൂടെ വിയർപ്പിലൂടെ പുറത്തേക്ക് വരും. അത് അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ധാരാളം അണുക്കളുണ്ട്, ഹോൾ ബോഡിയിൽ. അവരും ഇവരും കൂടെ ഫൈറ്റ് ചെയ്യുമ്പോ അപ്പോ സംഭവിക്കുന്ന ഒരു ഫീലിംഗിന്റെ പേരാണ് ചൊറിച്ചിൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ചൊറിച്ചിൽ പരിഹരിക്കാൻ സ്കിന്നിന് വരുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു പ്രൊഡക്റ്റാണ് അലോ സ്കിൻ ഗാർഡ് ക്രീം. ഈ അലോ സ്കിൻ ഗാർഡ് ക്രീമിന്റെ ഇൻഗ്രീഡിയന്റ് ഒക്കെ പറഞ്ഞുതരാം. എത്രണ്ണോന്നറിയോ? 13 ഇൻഗ്രീഡിയന്റ് ആണ് ഇതിനകത്തുള്ളത്. നിസ്സാര പൈസയുള്ള ഈ സാധനത്തിന്. ഇതറിയാതെ പോകരുത്. ഇവിടെ ഷോപ്പുകളിൽ പോയിട്ടുള്ള ഓയിൽമെന്റ് ഒക്കെ മേടിച്ച് തേച്ച് നമ്മുടെ സ്കിന്നിന്റെ തനതായ ടോണ് കളയരുത്. ആയുർവേദിക് നാച്ചുറൽ ജൈവ രീതിയിലുള്ള ഒരു പരിഹാരമാണ് ഇതിനകത്ത്. ഹിന്ദിയിൽ പറഞ്ഞാൽ ലക്സൻ എന്ന് പറയും, വെളുത്തുള്ളി. പിന്നെ അടുത്തത് ബാഡ് അജ്വൈൻ. അജ്വൈൻ എന്ന് വെച്ചാൽ അയമോദകം. പിന്നെ പീലിക്നർ. പീലിക്നർ എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ കളർ കോളാമ്പി പൂവ് എന്ന് പറയും, പൂവാണത്. 3. 4മത്തത് മണ്ടൂപ്പനി എന്ന് പറയും. അതിന്റെ മലയാളം പേരെന്ന് വെച്ചാൽ മുത്തിൽ അല്ലെങ്കിൽ കുടങ്ങൽ എന്ന് പറയും. 5മത്തത് ധത്തൂര, അതായത് ഉമ്മത്തിന്റെ പൂവ് എന്ന് പറയും. വാൻ ഹാൽദി എന്ന് പറഞ്ഞാൽ കാട്ടുമഞ്ഞൾ. ഗിരികുമാരി. ഗിരികുമാരി എന്ന് പറഞ്ഞാൽ അലോവേരയ്ക്കാണ് അത് പറയുന്നത്. പിന്നെ നീമിന്റെ ഓയിൽ, ആര്യവേപ്പിന്റെ എണ്ണ ഓയിൽ. പിന്നെന്താണ്? കരഞ്ചിൻ ഓയില്, അതായത് കരിഞ്ജീരകത്തിന്റെ എണ്ണ. പിന്നെ സിട്രഡ് ഓയില്, പുൽത്തൈലത്തിന്റെ എണ്ണ. മെന്തോൾ, പുതിനയുടെ എണ്ണ. ഇത്രയും 13 എണ്ണം. പിന്നെ 2 പേര് മലയാളം അറിയാൻ പാടില്ലാത്ത 2 കൂടി ഉണ്ട്. ഇത്രയും ചേരുവയാണ് ഈ പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഈ 13 ചേരുവ കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന എൻഡ് റിസൾട്ട് ആണ് നമ്മുടെ ദേഹത്തിലുള്ള ചൊറിച്ചിൽ മാറാൻ.
ഒരു പരിഹാരമായിട്ട് കിട്ടുന്നത്. ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ചൊറിച്ചില് മാത്രമല്ല, ചൊറിച്ചിൽ എന്തായാലും ഉറപ്പായിട്ട് മാറുന്നു. അതുകൂടാതെ ചൊറിഞ്ഞ് തടിക്കല് മാറും. പിന്നെ ചിക്കൻ ബോക്സ് അതൊക്കെ വന്നു കഴിഞ്ഞ് ദേഹത്തിലുണ്ടാകുന്ന ആ ഒരു പാടുകളൊക്കെ ഉണ്ടല്ലോ, ആ പാടുകളൊക്കെ പെട്ടെന്ന് മാറും. പിന്നെ നമ്മുടെ ദേഹത്ത് മുറിഞ്ഞു, ആ ഇഞ്ചുറി വന്നിട്ട് അവിടെ ഒരു പാടുണ്ടാകും. ആ പാടും അത് ആ പൊറുക്കുമ്പോ തന്നെ ഇതങ്ങോട്ട് തേച്ചേക്ക, മരുന്നിട്ട് പുറത്തതിന് ശേഷം ആ പാട അത് അവിടെ ഇല്ലാത്ത രീതിയിലായി മാറും. പിന്നെ നമ്മുടെ ബോഡിയിലെ ഓക്സിഡേഷൻ ത്രൂ ഔട്ട് നടക്കാത്ത ചില സ്ഥലങ്ങളുണ്ട്. എവിടെയൊക്കെയാണ് ഈ കക്ഷം, അതിങ്ങനെ അടുങ്ങിയിരിക്കും. ഇവിടെയും ഇതുപോലെ കാലിന്റെ വിടവ്, ഇങ്ങനെ പ്രസാരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഫംഗസ് വരും, പൂപ്പൽ രോഗങ്ങളൊക്കെ വരും. അതുകൊണ്ട് അവിടെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഓൾ ബോഡി തേക്കേണ്ട ആവശ്യമില്ല. ഓൾ ബോഡി മുഴുവനും ചൊറിച്ചിൽ വരുന്നുണ്ടെങ്കിൽ അത് ഇൻസൈഡിൽ നിന്ന് വരുന്ന രോഗമാണ്, അതിനകത്തേക്ക് മെഡിസിനൊക്കെ കഴിക്കണം. ഇത് എക്സ്റ്റേണൽ ആയിട്ടുള്ള നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഏത്? അലോ സ്കിൻ ഗാർഡ് ക്രീം എല്ലാ വീട്ടിലും 1ഉം 2ഉം പാക്കറ്റ് വാങ്ങിച്ചു വെച്ചേക്കുക. ചില ഉടുപ്പൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ, ഈ മഴക്കാലമാണിപ്പോ, ഒരുപാട് ഫംഗസ് ബാധയാണ്. ഒരു 2 ദിവസം വീട്ടിനകത്ത് ഒന്നും തൂത്തു തുടച്ചിട്ടില്ല, നമ്മൾ വെളിയിലാണ്, കയറി വന്നു കഴിഞ്ഞാൽ നിറയെ ഇരിക്കണ കസേരയടക്കം ഫംഗസ് ആയിരിക്കും. വാഹനങ്ങളുടെ സീറ്റ് ഫംഗസ് ആയിരിക്കും. അതൊക്കെ മതി നമുക്കൊരു സ്കിൻ രോഗം ഉണ്ടാവാനായിട്ട്. പൈസയുള്ളതിനൊക്കെ വില. എന്നിട്ട് 116 രൂപയ്ക്ക് കിട്ടും ഈ സാധനം. 30 ഗ്രാം ഉണ്ട്, കുറെ നാള് ഉപയോഗിക്കാം. ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട 3 പ്രൊഡക്റ്റ് കഴിഞ്ഞു. അടുത്തത് 4മത്തത് ദഹനവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ പ്രൊഡക്റ്റുകളാണ്. അതിന്റെ 1മത്തെ പ്രൊഡക്റ്റിന്റെ പേരാണ് അലോ ഡൈജസ്റ്റ്. ദഹനം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതായത് എത്രയൊക്കെ ആഹാരം കഴിച്ചിട്ടും ദേഹത്ത് കാണുന്നില്ല. എന്താ കാരണം? ഡൈജഷൻ പ്രോപ്പർ അല്ല. പിന്നെ ശരീരത്ത് കാണുന്നുണ്ട്, ആവശ്യമില്ലാത്തതൊക്കെ വീർത്ത് വരുന്നുണ്ട്. മത്തളം പോലെയൊക്കെ. മിക്കവാറും ഇന്നത്തെ ആൾക്കാര് ഒരാളെ കാണുമ്പോ ആദ്യമേ അവരുടെ മുഖം ഒന്നല്ല കാണുന്നത്, വയറാണ് ആദ്യം കാണുന്നത്. അനാവശ്യ ഭാഗത്തെ വളർച്ചയാണത്. ദഹനമൊക്കെ ക്ലിയർ ആവണം. ദഹനം ക്ലിയർ ആകാത്തത് കൊണ്ടാണ് പല മാരക രോഗങ്ങൾ ഉണ്ടായി വരുന്നത്. അപ്പൊ ഡൈജസ്റ്റീവ് ഡിസോർഡർ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അലോ ഡൈജസ്റ്റ്. അത് 30 ml ഡ്രോപ്പ് ആണത്. ഇൻഗ്രീഡിയന്റ് നേരത്തെ പറഞ്ഞു, അജ്വൻ എന്ന് പറഞ്ഞ അയമോദകം, അലോവേര, സ്നഫ്, പെരിഞ്ജീരകം, അതിന്റെ ഓയില്, മെന്തോൾ ഓയില്, പുതിനയുടെ ഓയില്, പിന്നെ കർപ്പൂരം. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്, എങ്ങനെയാ കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാം. അതായത് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി സ്റ്റൊമക്ക്, നമ്മുടെ നല്ല ആരോഗ്യമായിരിക്കും. എത്ര അതാണ് ആ ചിന്ത തന്നെ നമുക്ക് നല്ലൊരു എനർജിയെ സമ്മാനിക്കും. എന്ത് വേണമെങ്കിലും ആഹാരം നോക്കി എപ്പോ വേണമെങ്കിലും കഴിക്കാം, വയറ് ഹെൽത്തി ആണെങ്കിൽ. പിന്നെയോ നല്ല വിശപ്പുണ്ടാവും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എത്ര ആൾക്കാരാണ് വിശന്നിട്ട് ആഹാരം കഴിക്കുന്നത്? മിക്കവാറും വിശക്കാൻ സമ്മതിക്കൂല, അതിന് മുമ്പേ അടിക്കിട്ട് കളയും. ആ വിശന്നിട്ടുള്ള ആഹാരം അതിനെന്തൊരു നല്ല സൗന്ദര്യമാണെന്ന് അറിയാവോ? ഒരുപാട് കറികളൊന്നും ഇല്ലേലും നമുക്ക് കഴിക്കാൻ തോന്നും. അതൊക്കെ ഈ ആയുർവേദത്തിന്റെ മാത്രം രഹസ്യമാണ്. കൃത്യസമയത്തെ വിശപ്പ്, വയറിനൊക്കെയുള്ള സുഖം, ശരീരത്തിനൊക്കെയുള്ള സുഖം. അതാണ് ഞാൻ ആരംഭത്തിലൊരു വാക്ക് പറഞ്ഞു. ആയുർവേദം എന്ന് പറഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും ഒരേപോലെ ഗുണം കിട്ടുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഹെൽത്തി സ്റ്റൊമക്ക്. അതുകൊണ്ട് നല്ല ഹെൽത്തി
അപ്പിറ്റേഷൻ എന്നുവെച്ചാൽ നല്ല ആരോഗ്യകരമായ ഒരു വിശപ്പ്. അതുകൂടാതെ എന്താണ് നല്ല ആരോഗ്യകരമായ ഒരു ദഹനം. എങ്ങനെയാണ് ദഹനം എന്ന് പറഞ്ഞാൽ ഒരു ആഹാരം കഴിച്ചാൽ മിനിമം ഒരു 3 മണിക്കൂർ ഒക്കെ കഴിയുമ്പോ വിശക്കണം എന്നാണ് എന്റെ തിയറി. മിക്ക ആളുകൾക്ക് 2 മണിക്കൂർ കഴിയുമ്പോഴേ വിശക്കും. ഇവർക്ക് 4 മണിക്കൂറായാലും വിശക്കൂല. ഈ 4-4.5 മണിക്കൂറായിട്ടും വിശക്കണില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ നേരത്തെ വിശക്കണമെങ്കിലും പ്രശ്നമുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു. നിങ്ങൾ ടോയ്ലറ്റിൽ പോയി ക്ലോസറ്റിലിരുന്ന പടക്കം തല്ലി നിങ്ങൾ വയറ്റിൽ നിന്ന് പോകണ്ടെങ്കിൽ പ്രശ്നമാണ് നിങ്ങൾക്ക്. ഒട്ടും പോണില്ലെങ്കിലും പ്രശ്നമാണ് നിങ്ങൾക്ക്. പിന്നെ അതിന് ഗ്രാജുവലി ആ നോർമലായിട്ട് പോകണമെങ്കിൽ അത് ഹെൽത്തിയാണ്. ഇതേപോലെയൊക്കെ തന്നെയാണ് ഈ സംഭവം. ഈ വിശപ്പ് വരിക എന്ന് പറഞ്ഞത് ഒരു 2-3 മണിക്കൂറിന്റെ ഉള്ളിലാണ് വിശപ്പ് വരേണ്ടത്. നേരത്തെ വരുന്നുണ്ടെങ്കിൽ പ്രശ്നമാണത്. അതുപോലെ താമസിച്ച് വരുന്നുണ്ടെങ്കിലും പ്രശ്നമാണ്. ഇത് പരിഹരിക്കാൻ നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ സ്റ്റീവിയ ബോസ് ഒക്കെ അതിനുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിലെ വീഡിയോ ഒക്കെ കണ്ടാൽ പെട്ടെന്ന് അത് മനസ്സിലാവും. ഓക്കെ, പിന്നെന്താണ്, ഇത് നമുക്ക് വേറെ ഒരു അത്ഭുത റിസൾട്ടും കൂടെ തരുന്നുണ്ട്. വളരെ ആലോചിച്ച് നോക്കേ, രണ്ടുപേര് തമ്മിൽ നിന്ന് സംസാരിക്കുമ്പോ ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു വിഷയം. ചില ആൾക്കാരൊക്കെ ഞാൻ കാണാറുണ്ട്, അവരെ കാണുമ്പോഴേ വഴിമാറി നടക്കും ഞാൻ, അല്ലെങ്കിൽ ദൂരെ മാറി നിന്ന് സംസാരിക്കുള്ളൂ. കാരണം വായിൽ നിന്നും മോശപ്പെട്ട മണമായിരിക്കും വരും. ഞാൻ ചിലപ്പോ ആലോചിക്കാറുണ്ട്, അത് പുരുഷനാണെങ്കിൽ ഈ പുള്ളിയുടെ ഭാര്യ ഇത് എങ്ങനെ സഹിക്കണം, അത് ഈ ഭാര്യയാണെങ്കിൽ ഈ ഭർത്താവ് ഇത് എങ്ങനെ സഹിക്കണം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഈ മണം എവിടുന്നാ വരുന്നത്? 2 സ്ഥലത്ത് നിന്നാ വരുന്നത്. ഒന്ന് പല്ലിന് കേടേണ്ട വരും, രണ്ടാമത്തതോ ഡൈജഷൻ പ്രോപ്പർ അല്ല, വയറിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അത് അലോ ഡൈജസ്റ്റ് കഴിച്ചാൽ ഇതിനൊരു പരിഹാരമാണ്. നിങ്ങള് കയ്യൊന്ന് അടിച്ചോദിക്കും, മനസ്സുണ്ടെങ്കിലും ഒന്ന് അടിക്ക്. ഒരു വലിയ പ്രശ്നമാണ് പരിഹരിക്കേണ്ടത്. രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോ വായനാറ്റം വന്നാലുള്ള ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. നമ്മുടെ അത് പൂർണ്ണതയിലെത്തൂല. ആ ഡിസ്കഷൻ തന്നെ എങ്ങനെയെങ്കിലും ഇയാളെ മുമ്പിൽ നിന്ന് പോയാൽ മതി, അങ്ങനെ തോന്നിക്കും. ഇയാള് സമൂഹത്തിൽ വലിയ മനുഷ്യരൊക്കെ ആയിരിക്കും, എല്ലാവരുടെയും നേതാവൊക്കെ ആയിരിക്കും, പക്ഷെ അടുത്തു വന്ന നാറ്റമാണ്. ഈ അഡ്വർടൈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് ഉപയോഗിക്കുന്ന അതിൽ നിന്ന് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആണ്. എവിടെയൊക്കെ പ്രശ്നം ഉണ്ടാകും, വായിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ സ്മെല്ല് അത് മാറി കിട്ടും. പിന്നെ തൊണ്ടയില് ഉള്ള ഡിസീസ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം, അതുമൂലമുള്ള ബാക്ടീരിയ കൊണ്ടും പ്രശ്നം ഉണ്ടാകുകയും വേണം. അപ്പൊ വായുടെ ഉള്ള്, തൊണ്ട, വയറ് അവിടെയൊക്കെയുള്ള പ്രശ്നങ്ങള് പരിഹരിക്കാൻ അലോ ഡൈജസ്റ്റ് 100% റിസൾട്ട് ഓറിയന്റഡ് ആണത്. ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണ്? ഈ രാവിലെ ഉച്ചയ്ക്കുമായിട്ടല്ല ഇത് കഴിക്കേണ്ടത്. ഓരോ ആഹാരത്തിനും, ഓരോ ആഹാരം എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണത്? മെയിൻ ആഹാരം ഉച്ചയ്ക്കും വൈകിട്ടും കഴിച്ചാൽ മതി. രാവിലെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്കിലായിരിക്കും, ആ ദഹനമൊക്കെ പെട്ടെന്ന് നടക്കും. ഈ ഉച്ച കഴിഞ്ഞ് ആഹാരം കഴിച്ചാൽ മിക്ക ആളുകളും കിടന്നുറങ്ങും കുറെ നേരമൊക്കെ, അല്ലെങ്കിൽ അതൊരു ഹെവി ആയിരിക്കും ആഹാരം. 10 ഡ്രോപ്പ് എടുക്കുക, 50 ml വെള്ളം ഒഴിക്കുക, ആഹാരം കഴിച്ചതിന് ശേഷം കഴിക്കുക. ഈ സാധനം ഒഴിക്കാനായിട്ട് നമുക്ക് എത്രയാണ് ചെലവ് വരുന്നത് അറിയോ? 1 രൂപ ചെലവ് വരുള്ളൂ. ഇതിന്റെ അളവ് 30 ml ഉണ്ട്. 30 ml എന്ന് പറഞ്ഞാൽ 3×6 600 തുള്ളി ഉണ്ടാവും. അതിൽ എത്ര തുള്ളി എടുത്താൽ മതി? 10 തുള്ളി എടുത്താൽ മതി. 120 പ്രാവശ്യം എടുക്കാനുണ്ടാവും. അലോ ഡൈജസ്റ്റ് എല്ലാവരുടെ വീട്ടിൽ ഉണ്ടാവട്ടെ. വായനാറ്റം, വിശപ്പില്ലായ്മ, ഒരുപാട് ദഹന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് അലോ ഡൈജസ്റ്റ് പരിഹാരമാണ്. 4 പ്രൊഡക്റ്റ് കഴിഞ്ഞു 5-മത്തേലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇലാച്ചി അമൃത്, ഇതും ദഹനവും ആയി ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. ഇൻഗ്രീഡിയന്റിൽ വ്യത്യാസമുണ്ട്. ഫ്രഷ് ബ്രീത്ത്, അതുകൂടാതെ
ഈ ഫ്രഷ് ബ്രീത്ത് ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണ്? നമ്മൾ ഏർപ്പെടുന്ന മേഖലയിൽ നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് ഡീലിങ്സ് നടക്കും. ഓഫീസുകളിലാവട്ടെ, ഈ IMC ആയിട്ട് ബന്ധപ്പെട്ട് അപ്ലൈൻ ഡൗൺലൈനുമായിട്ടുള്ള സംഭാഷണം ആവട്ടെ, ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ, എല്ലാവരിലും ആ ഒരു എനർജറ്റിക് ഡീലിങ്സ്, അത് ഈ മൗത്ത് ഫ്രഷ്നർ ആയിട്ടും ദഹന സംബന്ധമായിട്ട് ലഭിക്കാൻ ഒരു അവസരമാണ് രണ്ടാമത്തെ ഈ പ്രൊഡക്റ്റ്. ഇത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ഏലക്കയും പെരുംജീരകവുമാണ് ഇതിന്റെ ചേരുവ. ഇത് മായ മാത്രമല്ല, ശരീരം ഓൾ ബോഡി ഡീടോക്സിഫിക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ അസിഡിറ്റിയും ദഹനത്തിന്റെ പ്രശ്നങ്ങളും അത് പരിഹരിക്കും. ഈ ദഹനത്തിലൂടെ അത് ഡിലേ ആയി അല്ലെങ്കിൽ ആ ദഹനം നടക്കാതെ വന്നിട്ട് അതുവഴി ഉണ്ടാക്കാവുന്ന രോഗങ്ങളിലേക്ക് പോകാതെ, അത് നമ്മളെ വ്യത്യാസമാണത്, മറ്റു അസുഖങ്ങളിലേക്ക് പോകാതെ നമുക്ക് അതിനെ പിടിച്ചു നിർത്താൻ പറ്റും. ഏതൊക്കെയാണ്? പെരുംജീരകവും ഏലക്കയും കൂടിയിട്ടുള്ള അതിന്റെ എക്സ്ട്രാക്റ്റിന്റെ ഈ ഡ്രോപ്പ്. ഇത് 15 ml ആയിരിക്കും ഇതിന്റെ അളവ്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ, പാല്, ചായയില്, ലസ്സി, അതുപോലെ മറ്റെല്ലാ പാനീയങ്ങളിലും 2 ml യൂസ് ചെയ്യാം. ഇതൊന്നും റെഗുലർ ആയിട്ടൊന്നും കഴിക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിച്ചാൽ മതി. നമ്മുടെ ജീവിതയാത്രയിൽ ഇതേപോലെയുള്ള IMCയുടെ പ്രൊപ്പറേറ്ററി മെഡിസിന്റെ ഭാഗമായിട്ടുള്ള പ്രൊഡക്റ്റുകളെയും കൂടി കണക്ട് ചെയ്ത് പോകാമെങ്കിൽ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം, നമുക്ക് മാരക രോഗങ്ങളിലേക്ക് പോവാതെ ജീവിതം നമുക്ക് എന്താക്കി മാറ്റാം? ജീവന യോഗ്യമാക്കി മാറ്റാം. സന്തോഷം, ആഹ്ലാദം, മനസ്സമാധാനം, മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒരു ലെവലിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും. ഓക്കെ, അപ്പൊ 2 ml ഒരു ഗ്ലാസ് വെള്ളത്തിൽ. ഇപ്പൊ ആഹാരമൊക്കെ കഴിച്ചിട്ട് വെള്ളമൊക്കെ കുടിക്കില്ലേ, അതിനകത്ത് 2 ml ചേർത്ത് കഴിക്കുക. ഇല്ലെങ്കിൽ പാലോ ചായ കോഫി എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഉപയോഗിക്കാം. ഇനി അടുത്തൊരു പ്രൊഡക്റ്റാണ് ഹിമാലയൻ ബെറി സ്വാദിഷ്ട് പഞ്ചൻ ചുരാൻ. ഇത് 100 ഗ്രാമാണ് ഇതിന്റെ അളവ്. ഇതും ഡൈജഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ദഹനം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ. ആ മനുഷ്യന്റെ ആ ഒരു ജീവിതം, അതുമായി ബന്ധപ്പെട്ട ആരോഗ്യം, അത് പൂർത്തീകരിക്കണമെങ്കിൽ അതിന്റെ ബേസ് സ്റ്റോൺ ആണ് നമ്മുടെ ദഹനം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച്. അപ്പൊ ഇതിവിടെ ദഹനത്തിന്റെ സിസ്റ്റം, ഓൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് ദഹനത്തിന്റെ സിസ്റ്റം വരുന്നത്? വായുടെ ഉള്ളിൽ, അന്നനാളം, നമ്മുടെ ആമാശയം, ചെറുകുടൽ, വൻകുടൽ, ലിവർ, അങ്ങനെ 5 ഇന്ദ്രിയങ്ങളുണ്ട് നമുക്ക്. 5 ദഹനേന്ദ്രിയങ്ങളുണ്ട്. അവിടെ എല്ലാത്തിലും കൂടി കണക്റ്റഡ് ആണ് ഈ പറയുന്ന ഈ സ്വാദിഷ്ട പഞ്ചൻ ചുരാൻ. ഇതിനകത്തെ ഇൻഗ്രീഡിയന്റ് ഹിമാലയൻ ബെറി, കൂവളത്തിന്റെ ഇല, ഇസ്ബഗോൾ ആൻഡ് കടുക്ക. ഇസ്ബഗോളിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് 2 പ്രൊഡക്റ്റിൽ ഇസ്ബഗോൾ അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഒന്ന്, ഫ്രഷ് മോർണിംഗ്, കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കാൻ രാത്രിയിൽ കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അതായത് മനഃശോധന, അതിന്റെ തനിമ, സ്വാഭാവികതയിൽ പോകാൻ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് അത് കഴിച്ചിട്ട് ചൂടുവെള്ളം കുടിച്ചാൽ മതി. അതിനകത്ത് ഇസ്ബഗോൾ ഉണ്ട്. പിന്നെ അടുത്ത പ്രോഡക്റ്റ് ഏതാണ്? നമ്മുടെ പ്രോബയോട്ടിക്, അതായത് വയറ് സംബന്ധമായ, എപ്പോഴും എനിക്ക് എന്താ പറയുന്നത്, വയറിന് പ്രശ്നമാണ്. അതായത് ഒരാൾ എപ്പോഴും രാവിലെ വിശപ്പില്ല, ഉച്ചയ്ക്ക് വിശപ്പില്ല, വൈകിട്ട് വിശപ്പില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഡൈജഷൻ സിസ്റ്റം ടോട്ടലി ഔട്ടാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈ പിന്നെ ഹിമാലയൻ ബെറിയും
ബേല് കൂവളത്തിന്റെ ഇലയും ഇസ്ബഗോളും കടുക്കയും കൂടെ കൂടിയിട്ടുള്ള ഈ ഹിമാലയൻ ബെറി സ്വാദിഷ്ട് പഞ്ചൻ ചുരാൻ അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് 100 ഗ്രാമാണ് ഇതുള്ളത്. ഇതെങ്ങനെയാണ് 3 മുതൽ 5 ഗ്രാം വരെ ആഹാരത്തിന് ശേഷം പതിവായി കഴിക്കുക. വെള്ളവും കുടിക്കുക. വെള്ളത്തിലിട്ടോ അല്ലെങ്കിൽ കഴിച്ചിട്ട് വെള്ളം കുടിക്കുക. ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റ്, ദഹനമായിട്ട് സംഭവം. ഇനി അടുത്ത പ്രൊഡക്റ്റ് ഉണ്ട്. എന്തിനാണ് ഈ 4 പ്രൊഡക്റ്റ് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഒരെണ്ണം മേടിക്കുക. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. കണ്ടോ? എന്താണ്? ഗ്യാസ് വേച്ചുരാൻ. ഇത് തീരാറായി. എല്ലാ ദിവസവും കഴിക്കും ഒരല്പം എടുത്തിട്ട്. ഞാൻ ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊരു പൊടിയാണിത്. കണ്ടോ? ഒരല്പം എടുത്ത് വായിലിടുക, അല്ലെങ്കിൽ ഇത്തിരി വെള്ളത്തിലിട്ട് കലക്കി അങ്ങ് കുടിക്കുക. സഡൻ റിസൾട്ട് ആണ്. ഗ്യാസ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് എണ്ണയിൽ വറുത്തൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞ് അനുസരിച്ച് ഉണ്ടാവുന്ന നെഞ്ചിരിച്ചില്, അതുപോലുള്ള മറ്റു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ ബിരിയാണി അതൊക്കെ കഴിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. ഗ്യാസ് ഇപ്പൊ എപ്പോഴും വരാം ആർക്കും. ചില ഭക്ഷണങ്ങള് അതിന്റെ പ്രിപ്പറേഷൻ ശരിയല്ല, ഇൻഗ്രീഡിയന്റ് ശരിയല്ല, നമ്മൾ കഴിച്ച രീതി ശരിയല്ല, എനി ടൈം അതൊക്കെ സംഭവിക്കാം. അപ്പൊ അയമോദവും കടുക്കയും കുരുമുളകും ജീരകവുമാണ്. അത് എന്ത് ജീരകമാണെന്നറിയാമോ? നമ്മുടെ ഉപയോഗിക്കുന്ന ജീരകമല്ല, കൃഷ്ണ ജീരകം എന്ന് പറയും. അത് അധികം കനം ഉണ്ടാവൂല, നൂല് പോലെ ഇരിക്കും അത്. എന്തൊക്കെയാണ്? അയമോദകം, കടുക്ക, കുരുമുളക്, കൃഷ്ണജീരകം. ഇതാണ് 4 എണ്ണമാണിത് ഇതിന്റെ ചേരുവ. ഇതാണ് ഗ്യാസ് അവേ ചുരാൻ. റിസൾട്ട് ഇത്ര തന്നെ ഉള്ളു. ദഹനം ശക്തമാക്കും. വയറിന്റെ ആ കമ്പിതം, ആ ബ്ലോട്ടിങ്, ആ ഇങ്ങനെ തള്ളിയിരിക്കുന്ന അവസ്ഥ അത് മാറ്റും. ദഹനത്തിന് നല്ല ശക്തി ഉണ്ടാക്കും. ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ 1 രൂപ 2 രൂപയൊക്കെ ഉള്ളു ഇതിന്റെ ചെലവ്. ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഗുണം പറയാം. അപ്പൊ ഓടി ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യം പറ്റില്ല. എന്തെങ്കിലും ഒരു സംഭവം എന്ന് കഴിഞ്ഞാൽ അപ്പം എടുത്തുകൊണ്ട് കഴിക്കാം. ഇതിനൊക്കെയുള്ള പ്രത്യേകത, സൈഡ് എഫക്ട് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. ഇതൊക്കെ റെഗുലർ ആയിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ദിവസവും കഴിക്കണം, അങ്ങനെ ഒന്നുമില്ല. അടുത്ത പ്രോഡക്റ്റ് ആണ് ഫ്ലാക്സ് സീഡ്. ഫ്ലാക്സ് സീഡ് റോസ്റ്റഡ് ആണിത്. ഫ്ലാക്സ് സീഡിനകത്തുള്ള omega-3 മറ്റ് പല പ്രോഡക്റ്റിനകത്തും ഉള്ളതിനേക്കാളും ഇരട്ടിയാണ് ഇതിനകത്തുള്ളത്. അതായത് ആന്റി ഓക്സിഡന്റും പിന്നെ omega-3യും ഇതാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇനി ഇതിന്റെ ഇൻഗ്രീഡിയന്റ് പറയാം എന്തൊക്കെയാണെന്നുള്ളത്. ഫ്ലാക്സ് സീഡ് ഉണ്ട് ഇതിനകത്ത്, ടെർമറിക് ഉണ്ട്, അതായത് മഞ്ഞള്, ലെമൺ ജ്യൂസിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്, ബ്ലാക്ക് സോൾട്ട്. ബ്ലാക്ക് സോൾട്ട് എന്ന് പറഞ്ഞാൽ കറുത്ത ഉപ്പ്. അത് ഹിമാലയത്തിലെ പാറയിൽ നിന്നുണ്ടായിട്ടുള്ള ഉപ്പാണ്. ഈ ഉപ്പിനൊരു പ്രത്യേകത ഉണ്ട്, അറിയാതെ പോകരുത് ആരും. ഫ്ലാക്സ് സീഡ് കഴിക്കുന്നതിന്റെ പ്രാധാന്യം അറിയാൻ വേണ്ടി ഈ ഉപ്പിനെ അറിഞ്ഞാൽ മതി. ഇതടങ്ങിയിട്ടുള്ള ഈ ഫ്ലാക്സ് സീഡ് കഴിച്ചാൽ നമ്മുടെ ലിവറിനകത്ത് നിന്ന് പിത്തരസം ഉൽപാദനം നടക്കും. പിത്തരസം ഉൽപാദനം നടന്നാലുള്ള ഗുണം എന്താണ്? ദഹനം പൂർണ്ണമാകും. അതാണ് ബ്ലാക്ക് സീഡിന്റെ പ്രത്യേകത. ബ്ലാക്ക് സീഡ് അല്ല, ബ്ലാക്ക് സോൾട്ട്. എന്താണ്? ലിവറിൽ നിന്ന് പിത്തരസം ഉൽപാദനം നടക്കും. പിന്നെ ബെനിഫിറ്റ് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഹൃദയത്തിന് ആരോഗ്യം ഉണ്ടാകും, ദഹനം നടക്കും നന്നായി, ഡയബറ്റിക്കിന്റെ കൺട്രോൾ സംഭവിക്കും, ശരീരഭാരം കുറയ്ക്കാം. ഏറ്റവും വലുതാണ് സ്ഥാനാർബുദം. സ്ത്രീകളിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസർ അതിനെ തടയാം. അതായത് ചർമ്മത്തിന്റെ ആരോഗ്യം, കാരണം omega-3 ഉണ്ട് ഇതിനകത്ത്. മാനസികാരോഗ്യം,
ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഉണ്ട്. ക്യാൻസർ എന്ന് പറഞ്ഞ സംഭവത്തിനെ തടയാൻ പറ്റും. പിന്നെ ധാരാളം ഫൈബർ ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷനെ തടയാം, മലബന്ധത്തിനെ തടയാം. എല്ലാത്തിന്റെ ലാസ്റ്റ് ഒരു വാക്കാണ് എന്ത്? ഇൻഡസ്റ്റൈൻ ഹെൽത്ത്. ചെറുകുടലിന്റെയും വൻകുടലിന്റെയും ആരോഗ്യം. എന്താ കാര്യം? സൊയിലബിൾ ഫൈബറുകൾ ധാരാളം ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതി 2 രീതിയിൽ ഉപയോഗിക്കായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു 5 ഗ്രാം എടുത്ത് അതിന്റെ മീതെ അലങ്കരിക്കാം. ഇങ്ങനെ മേളിലിടൂലേ, അങ്ങനെ അലങ്കരിച്ച് അത് കഴിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് കുറച്ച് കഴിക്കാം മറ്റാഹാരങ്ങളിലൊക്കെ. പിന്നെ ചില ആഹാരങ്ങൾ നമ്മൾ ഇങ്ങനെ തിളപ്പിച്ച് കുറുക്കി വേവിച്ചൊക്കെ കഴിക്കൂലേ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഓട്സ് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ഇതിടാം. പ്രിപ്പറേഷന്റെ അവസാന ഘട്ടത്തിൽ ഈ ഫ്ലാക്സ് സീഡും കൂടെ ഇട്ട് ഇളക്കി ഒന്നിച്ച് കഴിക്കാം. ഇതിൽ 2 ഏതെങ്കിലും രീതിയിൽ ഇതിനൊക്കെ ഉപയോഗിക്കാം. ഇതിനൊക്കെ നിസ്സാര വിലയുള്ളൂ. ഇതിനൊക്കെ സാധാരണഗതിയിൽ ഒരുപാട് മറ്റ് പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ, മറ്റ് കമ്പനികളുടെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പൈസ ചിലവാകും. ആ സ്ഥാനത്ത് ഇവിടെ 1 രൂപ, 2 രൂപ, 5 രൂപ, 7 രൂപ, 10 രൂപ, 13 രൂപ, 15 രൂപ, 20 രൂപയൊക്കെ വരുന്നുള്ളു ഓരോ പ്രോഡക്റ്റും ഉപയോഗിക്കുമ്പോൾ. ഞാനിനി ഏകദേശം നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രസന്റേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വിനോദ് സാറ് പറയുവാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റിന്റെ കാര്യം, നമ്മുടെ പിന്നെ ടൈഗർ പ്രോഗ്രാമിൽ ആൽക്കലൈൻ വാട്ടറിന്റെ നല്ല രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ കാഴ്ചവെച്ചിരുന്നു. പക്ഷെ അതിന്റെ ഡെമോ ഭാഗത്ത് വന്നപ്പോൾ ഒരു ചെറിയ കറപ്ഷൻ വന്നു. കാരണം മറ്റൊന്നുമല്ല, ആ ഡെമോയ്ക്ക് കൊണ്ടുവന്ന ആൽക്കലൈൻ വാട്ടർ ബോട്ടിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് അവിടെ സംഭവിച്ചത്. അപ്പൊ ആ മിസ്റ്റേക്ക് ഒന്ന് മാറ്റാനും ഇന്ന് വന്നിരിക്കുന്ന പുതിയ അതിഥികൾക്ക് നൂറ്റിയഞ്ചോളം അതിഥികളുണ്ടെന്ന്. അതിഥികളും കൺസൾട്ടന്റ് എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ഡെമോ മാത്രമായിട്ട് ഒന്ന് ഞാൻ കാണിക്കാം. എന്ത് പറഞ്ഞു സാറേ? കാണിച്ചോട്ടെ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെയ്തോളൂ. ഇതൊരു ഗ്ലാസ് എന്റെ വീട്ടിലെ വെള്ളമാണ്. ഈ വെള്ളത്തിനൊരു പേരുണ്ട്, ജപ്പാൻ വാട്ടർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ 1700 കോടി രൂപ ജാപ്പനീസ് ഗവൺമെന്റിന്റെ പദ്ധതിയുടെ ഭാഗമായി അതുകൊണ്ട് ആലപ്പുഴ ജില്ലക്കാർക്ക് കുടിവെള്ളമില്ലായിരുന്നു. അങ്ങനെ ആലപ്പുഴ ജില്ലക്ക് കുടിവെള്ളം ഈ ഗവൺമെന്റിന്റെ വെള്ളം കൊണ്ടുവന്നു. അതിന്റെ പേര് ജപ്പാൻ വാട്ടർ എന്നായി മാറി. എല്ലാ വീടുകളിലും പറയുന്നത് ജപ്പാൻ വാട്ടർ എന്നാണ് പറയുന്നത്. അപ്പൊ ആ വെള്ളമാണ് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൽക്കലിൻ അസിഡിറ്റി അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആൽക്കലിൻ അസിഡിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഡെമോ കിറ്റ് ആണിത്. ഇത് മോഡിക്കെയറിൽ നിന്ന് വാങ്ങിയതാണിത്. കാരണം എന്റെ വീട്ടിൽ മോഡിക്കെയറിന്റെ ആൽക്കലിൻ വാട്ടർ ബോട്ടിലാണ് ഉള്ളത്. അങ്ങനെ അത് വാങ്ങിച്ചതിന് ശേഷമാണ് ഞാൻ IMC വന്നത്. IMC വന്നപ്പോൾ ആ ആൽക്കലിൻ വാട്ടർ ബോട്ടിലിന്റെ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ് കണ്ടപ്പോൾ ഇതാണ് നേട്ടമുള്ളത്. ഏറ്റവും ഇക്കണോമിക്കലി ഇതാണ്. എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും ഉപയോഗിക്കാനും അതിന്റെ ഡിസൈനും എല്ലാം വെച്ചിട്ട്. ഞാൻ ആദ്യം ആൽക്കലിൻ വാട്ടർ ബോട്ടിൽ ഒന്ന് കാണിക്കാം. 3-4 കളറിൽ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഈയിടെ അടുത്ത്. ഇവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം, നമ്മുടെ ബാഗിനകത്ത് ഇടാം, വാഹനത്തിൽ ഉപയോഗിക്കാം. മറ്റേത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഒരു ബൾക്ക് ഡിസൈനാണ്. ഇത്രയുണ്ട് അതിന്റെ ഹൈറ്റ്. അപ്പൊ അതില് വെള്ളം, ഇപ്പൊ സാധാരണ വെള്ളം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പൊ ഇതിനിടയ്ക്ക് ഈ ആസിഡിന്റെ അളവുകോല്
ആൽക്കലിന്റെ അളവ് പോലാണ് കാണിക്കുന്നത്. ഈ കളർ കണ്ടല്ലോ, ഇതൊക്കെ ഡേഞ്ചർ ആണ്. ഈ കാണുന്ന ഭാഗം ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വരുമ്പോ 7 കൊടുക്കുന്നുണ്ട്. 7 ഇതാണ് ന്യൂട്രൽ. കുടിക്കുന്ന വെള്ളത്തിന് 7 ആയിരിക്കണം അതിന്റെ ബാലൻസ് അസിഡിറ്റിയുടെ. ഇപ്പൊ ന്യൂട്രലായി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നതോറും എന്ത് സംഭവിക്കും? അത് ആൽക്കലൈനായി മാറും. ഇതാണ് ഇതിന്റെ സ്കെയില്. അപ്പൊ നമുക്ക് നോക്കാം ഇത് എത്രത്തോളം അസിഡിറ്റി ഉണ്ടെന്ന് നമുക്ക് നോക്കാം വെള്ളത്തിന്. അപ്പൊ ഒരു വെള്ളം എടുത്തു വെച്ചു. വെള്ളത്തിന്റെ pH അളക്കുന്ന ഡ്രോപ്പാണ് pH ഡ്രോപ്പ്. ഇതൊരു 6 തുള്ളി ഇടണം. അപ്പൊ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6. ഇതിന്റെ കളർ കണ്ടോ? മഞ്ഞ നിറമാണ്. ഇനി നമുക്ക് സ്കെയിൽ എടുത്ത് നോക്കാം. മഞ്ഞ നിറത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആൽക്കലിൻ 5 അല്ലേ കാണുന്നത്, അസിഡിറ്റി 5 അല്ലേ കാണുന്നത്. അതായത് 7 ആണ് വേണ്ടത്, പക്ഷെ 5 ഉള്ളു. എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിന്റെ നേച്ചർ അസിഡിക് നേച്ചറാണ്. ജപ്പാൻ വെള്ളമാണ്. അപ്പൊ ഈ കുടിക്കുന്ന വെള്ളം അസിഡിക് ആണ്. എന്താ കാരണം? അത് അതിനകത്ത് ക്ലോറിൻ ഉണ്ട്. അത് കൂടാതെ ഒഴുകി വരുന്ന ജലം, ആ ജലം മലിനമാണത്. ഈ വെള്ളം നമ്മൾ കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ആ തനത് നേച്ചർ മാറി രോഗങ്ങളിലേക്കായി മാറിപ്പോകും. നമ്മുടെ ഓൾ ബോഡി, സ്കിൻ, ടിഷ്യൂസ്, ബ്ലഡ്, എവറി സെൽസ്, മജ്ജ, ബ്രെയിൻ എല്ലാം ടോട്ടലി അസിഡിക് ആവും. അസിഡിക് ആകുമ്പോഴാണ് ഒരാൾ മാരക രോഗത്തിലേക്ക് സ്റ്റെപ്പ് എടുത്തു വെക്കുന്നത്. പിന്നെ അത് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കണ്ടു വെള്ളത്തിന്റെ അസിഡിറ്റി 5. അങ്ങനെയാണെങ്കിൽ ആൽക്കലിൻ വാട്ടർ ബോട്ടിൽ, ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ബെനിഫിറ്റ് ഒക്കെ വേറെ പറയാം. ആദ്യം ഡെമോ ഒന്ന് കാണിക്കാമോ? ഇത് അഴിച്ചെടുത്തു. ഇതേ ജപ്പാൻ വാട്ടർ ആണത്. അത് നമ്മള് ഈ ആൽക്കലിൻ വാട്ടർ ബോട്ടിലേക്ക് ഒഴിച്ചു, അടച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ഒരു 2-3 മിനിറ്റ് ഇതോടെ വെറുതെ വെച്ചേക്കാം. അതല്ലെങ്കിൽ ഒന്ന് കുലിക്കുക കുറച്ചു നേരം. കുലുക്കി കഴിയുമ്പോ ഈ അസിഡിക് വാട്ടർ ഇതെന്തായി മാറും? ആൽക്കലിനായി മാറും. അത് മാറുന്നുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അടുത്ത ഗ്ലാസ് എടുത്തു. ഇതിപ്പോ ആൽക്കലിൻ വാട്ടർ ആണത്. ആണോ നമുക്കൊന്ന് നോക്കാം. ആൽക്കലിൻ pH ഡ്രോപ്പ്, സെയിം pH ഡ്രോപ്പ്. 6 തുള്ളി നമുക്ക് ഇതിനകത്ത് ഇടാം. 1, 2, 3, 4, 5, 6. കണ്ടല്ലോ, കളർ വ്യത്യാസം കണ്ടോ? ഇനി നമുക്ക് pH സ്കെയിൽ എടുക്കാം. നോക്കിക്കേ, എത്രയാണ്? 8.5 അല്ലേ കാണുന്നത്? ആ നീല നിറം ഇവിടെ എത്രയാണ്? 8.5. 8.5ക്കും 9നും ഇടയ്ക്കാണ്. എന്ന് പറഞ്ഞാൽ ആ അസിഡിറ്റി മാറി ആൽക്കലൈനായി മാറി. സെയിം വെള്ളം തന്നെ. ഇതാണ് ആൽക്കലൈൻ വാട്ടറിന്റെ ഡെമോ. ഇത് നമ്മൾ ടൈഗർ പ്രോഗ്രാമിൽ ചെയ്തപ്പോ നമ്മുടെ ഈ ആൽക്കലൈൻ വാട്ടറിന്റെ അത് പീരീഡ് കഴിഞ്ഞതായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ ഒഴിച്ച വെള്ളം എന്തായില്ല? ആൽക്കലൈൻ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ആ ഡെമോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്.
200 രൂപ, 199 രൂപയാണ് വില. അത് ഐഡിയ അടിച്ച് ആണ് മേടിക്കണമെങ്കിൽ 100 രൂപയ്ക്ക് കിട്ടും. ഇതില്ലെങ്കിൽ ആമസോണിൽ വരുത്താം, അത് 100 രൂപ താഴെയുള്ളൂ. ഇത് ആൽക്കലിൻ വാട്ടർ. ഈ വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്. സാറേ, ഒരു 5 മിനിറ്റും കൂടെ കിട്ടുമോ? കിട്ടുമെങ്കിൽ ഈ വെള്ളത്തിന്റെ ആവശ്യകത, എന്തുകൊണ്ട് നമ്മൾ ഈ വെള്ളം കുടിക്കണം, കുടിച്ചേ പറ്റൂ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത പറയാം. ഈ ആൽക്കലിൻ വാട്ടർ ബോട്ടിൽ ആദ്യം ഒന്ന് ഡിസ്മാൻഡിൽ ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ പ്രത്യേകതയൊക്കെ നമുക്ക് അറിയാനായി. ഈ ആൽക്കലിൻ ആകുന്നത് ഇങ്ങനെയാണ്. ഇതൊരു ഫിൽറ്റർ കാട്രിഡ്ജ് ആണിത്. 5 തരം ഫിൽറ്റർ ഉണ്ട് ഇതിനകത്ത്. ഈ ഫിൽറ്റർ വഴിയാണ് അതൊന്ന് കുലുക്കുമ്പോൾ ആൽക്കലൈനായി മാറുന്നത്. ഇതിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ എടുക്കാം ഇതിന്. പക്ഷെ ഈ ബോട്ടിലിന്റെ കപ്പാസിറ്റി എത്രയാണ്? വെറും 650 മില്ലിയേ ഉള്ളൂ. അപ്പൊ 1000 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2 ലിറ്റർ വെള്ളമാണ് ഒരാൾ കഴിക്കുന്നതെങ്കിൽ, കുടിക്കുന്നതെങ്കിൽ 500 ദിവസത്തേക്ക് ഉണ്ടാവും. 500 ദിവസം എന്ന് പറഞ്ഞാൽ 16-17 മാസം. ഇതിന്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ 1 ലിറ്റർ വെള്ളം കുടിക്കാൻ കേവലം വെറും 2 രൂപ നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാം. അപ്പൊ ഈ ഫിൽറ്ററിന് 1000 ലിറ്റർ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇത് റീപ്ലേസ് ചെയ്യണം. ഇതിന്റെ വില കേട്ടാൽ നിസ്സാര വില, വെറും 300 രൂപയുള്ളതിന്. ഈ പ്രൊഡക്റ്റിനാകെ നമ്മള് കൺസൾട്ടന്റ് ആയിട്ട്, അസോസിയേറ്റഡ് ആയിട്ട് ഒരാളും IMC-യിലേക്ക് കടന്നു വന്നാൽ ആൾക്ക് 1896 രൂപയ്ക്ക് കിട്ടും. അതേസമയത്ത് 2500 ബിസിനസ് വോളിയം ചെയ്ത് അദ്ദേഹം ഒരു IMC-യുടെ ഒരു വക്താവായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 30% ഡിസ്കൗണ്ട് കിട്ടും. കേവലം 1500 രൂപയ്ക്ക് സാധനം കിട്ടും. ഈ 1500 രൂപയുടെ സാധനം 1000 ലിറ്റർ വെള്ളത്തിന്റെ കപ്പാസിറ്റി 300 രൂപ. അത് കഴിഞ്ഞ് ഈ ഒരു ഫിൽറ്റർ മാറ്റിയാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു നല്ല ഒരു ഹെൽത്തി വെൽത്തി വേ ഓഫ് ലൈഫ് സ്റ്റൈൽ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ ഓൾ ഫാമിലി. ഇനി ഇത് കുടിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയാം. ഞാനിപ്പോ എന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു കാര്യം പറയാം. പെട്ടെന്ന് എളുപ്പമാണത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. 12 ചാക്കിനകത്ത് ഞാൻ വെണ്ടത്തൈ നട്ടുവെന്ന്. അപ്പൊ വെണ്ടത്തൈ നടുന്നതിന് മുമ്പ് മണ്ണൊരുക്കം നടത്തണം. മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തു. അതിനകത്ത് എന്ത് ചെയ്തു? കുറച്ച് കക്കാപ്പൊടി ഇട്ടു. കക്കാപ്പൊടി എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. കായലിലെ കക്ക, അത് നീക്കിയെടുത്ത് 15 ദിവസം ഇട്ടതിന് ശേഷം മാത്രമേ അതിനകത്ത് പ്ലാന്റ് നടാൻ പറ്റൂ. ഈ 15 ദിവസം ഇപ്പൊ ആളുകൾക്ക് ആർക്കും ഇഷ്ടമല്ല അങ്ങനെ 15 ദിവസം ഇട്ടേക്കാൻ. അതിന് പകരം കക്കാപ്പൊടി ഇറങ്ങിയിട്ടുണ്ട്. കക്കാപ്പൊടി എന്ന് പറഞ്ഞാൽ അത് കടലിലെ ഇത്തിലാണോ? ആ കടലിലെ ഇത്തിൽ എടുത്തിട്ട് അങ്ങനെ തന്നെ അത് മില്ലിൽ കയറ്റി പൊടിക്കും. അത് സംസ്കരിക്കൂല. അത് ഇട്ട് കഴിഞ്ഞാൽ ഈ 15 ദിവസം ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ മണ്ണൊരുക്കിയപ്പോ കക്കാപ്പൊടി ഇട്ടു, മണ്ണിട്ടു, മണലിട്ടു. എന്നിട്ട് അതിനകത്തേക്ക് ചകിരിച്ചോറ് കമ്പോസ്റ്റും മണ്ണിര കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്തു. എന്നിട്ട് ആ പാത്രം നിറച്ചു. ഒരു പാത്രത്തിനകത്ത് 2 വെണ്ട വീതം നട്ടു. വെണ്ടയ്ക്ക എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹരമാണ്, പണ്ടേ ഹരമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ എൻ്റെ വീട്ടിൽ സാമ്പാർ വയ്ക്കും. അപ്പൊ എന്റെ വീട്ടിൽ വെക്കുന്ന സാമ്പാറിനകത്ത് ഈ മാരകമായ പെസ്റ്റിസൈഡ് അടിച്ച, കെമിക്കൽ അടിച്ച വെണ്ടയ്ക്കാക്കാൾ നല്ലതല്ലേ? ഒരു 4-5-6 വെണ്ടയ്ക്ക ഒരു 2-3 ദിവസം കൂടുമ്പോ കിട്ടുവാണെങ്കിൽ മോൾക്കും കൊടുത്തുവിടും, ഞങ്ങളും ഉപയോഗിക്കും, എന്റെ കുടുംബത്തിനും കൊടുക്കും. ഈ അനുഭവം പറയാൻ കാര്യം, ആ വെണ്ട നടന്നതിന് എന്ത് ചെയ്യണം? അവിടെ ഒരു മണ്ണൊരുക്കം നടത്തണം. എങ്കിൽ മാത്രമേ അതിൽ നിന്നുണ്ടാവുള്ളൂ, കൃത്യമായ ഫലം പുറത്തേക്ക് വരുള്ളൂ. ഇതേപോലെയാണ് നമ്മുടെ ശരീരവും. നമ്മുടെ ശരീരവും എന്തായിരിക്കണം? അവിടെ ഒരു മണ്ണൊരുക്കം നടത്തണം. കാരണം നമ്മുടെ ബോഡി കംപ്ലീറ്റ് ഏത് വെള്ളമാണ് കുടിച്ചോണ്ടിരുന്നത്? ഈ അസിഡിക് വെള്ളമാണ് കുടിച്ചോണ്ടിരുന്നത്. അസിഡിക് വെള്ളം കുടിച്ചോണ്ടിരുന്നപ്പോ എന്ത് സംഭവിച്ചു? അതിന്റെ ബാലൻസ് ഷീറ്റ് ആണ് എവറി സെൽസ് കംപ്ലീറ്റ് അസിഡിക് ആണ്. ടോട്ടലി
അസിഡിക് നേച്ചറാണ്, അമ്ലത്വമാണ്. ഈ അമ്ലത്തിനകത്താണ് ആര് വളരണത്? പ്രിയപ്പെട്ടവരെ, എഴുതി വെച്ചേക്കൂ. ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റിയിലും കോളേജിൽ നിന്നും ഒരു ഡോക്ടറും പറഞ്ഞു തരില്ല അമ്ലത്തിനകത്ത് നിന്നാണ് ക്യാൻസർ സെല്ല് വളരുന്നത്. ആൽക്കലിൻ മീഡിയത്തിൽ നിന്ന് ഒരിക്കലും ആര് വളരില്ല? ക്യാൻസർ സെല്ല് വളരില്ല. നിങ്ങൾ ഇന്ന് തീരുമാനിക്കണം, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സെല്ലും ആൽക്കലിൻ വേണോ, അസിഡിറ്റി വേണോ? പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ ഉപയോഗിച്ചാൽ, സാറിന്റെ ഭാഷയെ പറയുകയാണെങ്കിൽ, ഒരു 130 വയസ്സ് കാലം വരെ നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റിയും ക്രിയേറ്റിവിറ്റിയും ജീവിതത്തിന്റെ ആസ്വാദനം, ആഹ്ലാദം, സന്തോഷം, ആരോഗ്യം, അതുവഴി നമുക്ക് ഇവിടുന്ന് ഈ ലോകത്തിന്റെ അവിടുന്ന് നിന്ന് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. നമ്മുടെ ബോഡി അസിഡിക് നേച്ചറാണ് ഉള്ളത്. ആ അസിഡിക് നേച്ചർ മാറ്റി ആൽക്കലി നേച്ചർ ആക്കണമെങ്കിൽ 4 സമയം ഞാൻ പറഞ്ഞു തരാം കുടിക്കേണ്ടത്. ഇപ്പൊ ആഹാരം കഴിച്ചിട്ടാണ് ഞാൻ പ്രോഗ്രാമിന് വന്നിരിക്കുന്നത്. ഏകദേശം ദഹിച്ച് തീരാറായി. ഞാനൊരു 11 മണിയാവുമ്പോഴേ കിടക്കുള്ളൂ. ഒരു 10 മണി 10:30 ആവുമ്പോ ഒരു ഗ്ലാസ് ആൽക്കലിൻ വെള്ളം കുടിക്കും. എന്തിനാണ് അപ്പൊ കുടിക്കുന്നത്? ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മുടെ ഡൈജഷൻ നടക്കുന്നത് അസിഡിക് മീഡിയത്തിലാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ദഹിപ്പിക്കുന്ന മൂലഘടകം, പ്രധാനപ്പെട്ട ഘടകം. ആ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH വാല്യൂ എന്ന് പറഞ്ഞാൽ വെറും 2 ആയിരിക്കും. ആ 2 pH വാല്യൂ ഉള്ള ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത്. ആ സമയത്ത് ഈ വെള്ളം കുടിച്ചാൽ എന്ത് പറ്റും? ആ അസിഡിക് ബാലൻസ് അത് ആൽക്കലിനായി പോകും, ദഹനം നടക്കില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഭക്ഷണത്തോടൊപ്പം ഈ വെള്ളം കുടിക്കരുത്. 1-2 മണിക്കൂർ കഴിഞ്ഞ് ദഹന ശേഷം മാത്രമേ വെള്ളം കുടിക്കാവൂ. ഇപ്പൊ എനിക്ക് കുടിക്കാം, എന്റെ ആഹാരമൊക്കെ ദഹിച്ചു കഴിഞ്ഞു. ഇനി ഒരു നേരം കഴിഞ്ഞു. രണ്ടാമത്തെ നേരം രാവിലെ എണീക്കുമ്പോ കുടിക്കാം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ഇത് കുടിക്കാം. എന്തിനാണ് ഈ കുടിക്കുന്നത്? ആഹാരം അസിഡിക് മീഡിയത്തിൽ ദഹിച്ചു കഴിഞ്ഞാൽ ആ ദഹനം കഴിയുമ്പോൾ ഒരു എൻഡ് പ്രൊഡക്റ്റ് ഉണ്ടാകും. അതായത് വാഹനത്തിൽ ഡീസൽ അടിച്ചു, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അതിൽ നിന്നൊരു എൻഡ് പ്രൊഡക്റ്റ് വരും. ദാറ്റ് ഈസ് സ്മോക്ക്, പുക. ഇതേപോലെ നമ്മൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നൊരു എൻഡ് പ്രൊഡക്റ്റ് വരും. അതിന്റെ പേരാണെന്ത്? യൂറിക് ആസിഡ്. ആ യൂറിക് ആസിഡ് 3.5 to 7 വരെ നമ്മുടെ ലിവർ മാനേജ് ചെയ്തോളൂ. 3.5 മുതൽ 7 വരെ ലിവറാണ് ഇത് മാനേജ് ചെയ്യുന്നത്. 7-ന് മേളിൽ വന്നാൽ അയാൾ ആരായി? യൂറിക് ആസിഡിന്റെ രോഗിയായി. ആ യൂറിക് ആസിഡ് വന്ന് കിഡ്നിയിൽ അടിഞ്ഞുകൂടി ഈ ജോയിന്റുകളിലൊക്കെ വരും. കാലിന്റെ വിരലിന്റെ ജോയിന്റ്, കണ്ണ, മുട്ട്, ഉപ്പുകുറ്റിയിലൊക്കെ വന്ന് മുഴച്ചു വന്നത് ഗൗട്ട് രോഗമായി മാറും. അങ്ങനെയെങ്കിൽ ആ ആഹാരം കഴിച്ചിട്ടുള്ള ആ എൻഡ് പ്രൊഡക്റ്റ് യൂറിക് ആസിഡിനെ അതിനെ നിർവീര്യമാക്കി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്? ആൽക്കലിൻ വാട്ടർ. അതവിടെ ബാലൻസ് ആയി. അപ്പൊ ആഹാരം ദഹിച്ചതിന് ശേഷമാണ് ഇത് കഴിക്കാൻ. ക്ലിയർ? അപ്പൊ 2 നേരം പറഞ്ഞു. 3-ാമത്തെ നേരമാണ് ഉച്ചയ്ക്ക് 12 മണി സമയം. 1 മണിക്കാണ് ആഹാരം കഴിക്കുന്നെങ്കിൽ ഒരു 12 ആകുമ്പോൾ കഴിക്കുക. രാവിലെ കഴിച്ച ആഹാരത്തിന്റെ കംപ്ലീറ്റ് യൂറിക് ആസിഡിനെ നമുക്ക് അവിടെ നിർവീര്യമാക്കാം. സമയം 3 ആയി. അടുത്തത് 4-ാമത്തെ പറയാം. വൈകുന്നേരം ഒരു 6 മണി സമയം. ഉച്ചയ്ക്ക് കഴിച്ച ആഹാരം 5 മണിക്ക് ചായ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ യൂറിക് ആസിഡിനെ നമുക്ക് ഇവിടെ നിർവീര്യമാക്കാം. ഇങ്ങനെ 4 സമയം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് 4, 5, 6 സമയങ്ങൾ ഉണ്ടാക്കാം. ഇത് എപ്പോ കഴിക്കുമ്പോഴും ആഹാരത്തിനോടൊപ്പം കഴിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? 5 തരം ഫിൽട്ടർ ഉണ്ട്. സിലിക് ഡിസൈൻ ആണ്. ഈ ആരോഗ്യം സുരക്ഷിതമായിട്ട് സംരക്ഷിക്കുന്നതിന്റെ പ്ലാറ്റ്ഫോം ആദ്യത്തെ സ്റ്റെപ്പാണ് ആൽക്കലിൻ വാട്ടർ. ഇനി വേറൊരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. ആ പ്രൊഡക്റ്റ് നമുക്ക് ഇറങ്ങിയിട്ടില്ല. നമ്മുടെ പ്രാണവായുവിനെ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് ക്ലീൻ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഉപയോഗിക്കാനുള്ള AC-നെക്കാളും പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് എയർ ഫിൽറ്റർ. അത് ഇറങ്ങിയിട്ടില്ല. ഭാവിയിൽ എത്രയും പെട്ടെന്ന് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. വെള്ളത്തിന്റെ പ്രാധാന്യം അറിയാം. ഒരു വാക്കൂടെ പറഞ്ഞു നിർത്താം. ഈ ലോകത്തിന്റെ 4/3 ഭാഗം ജലമാണ്, കടലും കായലുകളുമാണ്. 1/4 ഭാഗം മാത്രമേ കരയുള്ളൂ.
ഇതുപോലെയാണ് നമ്മുടെ ശരീരവും. നമ്മുടെ ശരീരത്തിന്റെ 4/3 ഭാഗം ജലമാണ്. അതുപോലെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ 92% വെള്ളമാണ്. അപ്പൊ വെള്ളത്തിന് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ജീവിതത്തിന്, ജീവന് എന്തോരം സ്വാധീനമാണുള്ളത്. ആ വെള്ളം ഏതായിരിക്കണം? അസിഡിക് വെള്ളമായിരിക്കണോ അതോ ആൽക്കലൈൻ വാട്ടർ ആയിരിക്കണോ? ആൽക്കലൈൻ വാട്ടർ ആയിരിക്കണം. ആ ആൽക്കലൈൻ വാട്ടർ കുടിച്ചുകൊണ്ട് മറ്റ് പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ അനുഭവങ്ങളും ഈ വിശദീകരണങ്ങളും രാവിലത്തെ ഓഡിയോ ക്ലിപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ്? പെർഫെക്ഷൻ, ഒബ്സർവേഷൻ ആൻഡ് എക്സ്പ്രഷൻ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പെർഫെക്ഷനോട് കൂടി നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു അഴിച്ചുപണി നടത്തും, ഒരു ഒബ്സർവേഷൻ, ഒരു നിരീക്ഷണം നടത്തും. ആ നിരീക്ഷണത്തിന്റെ എൻഡ് പ്രൊഡക്റ്റ് ആണ് എക്സ്പ്രഷൻ. എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുക, നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ട് ഷെയർ ചെയ്യുക. ആ ഷെയർ ചെയ്യണ വഴി എന്തൊക്കെ റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോണത്? നമ്പർ 1 ഹെൽത്ത് നമുക്ക് ലഭ്യമാകും, അതുപോലെ തന്നെ വെൽത്ത് ലഭ്യമാകും, അതുപോലെ നല്ല ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് ലഭിക്കും, അതുപോലെ നമ്മുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അത് പരിഹരിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ആശയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി എങ്ങനെ പരിഹരിക്കും? ഒരു സാധാരണക്കാരന് ഒരു ഹെർബൽ ടാങ്ക് കഴിച്ചാൽ മുന്തിരിയുടെ എക്സ്ട്രാക്ട്, നാരങ്ങയുടെ എക്സ്ട്രാക്ട്, ഓറഞ്ചിന്റെ എക്സ്ട്രാക്ട്, ആംലയുടെ എക്സ്ട്രാക്ട്, ഹിമാലയൻ ബെറിയുടെ എക്സ്ട്രാക്ട് ഒരു സാധാരണക്കാരന് കിട്ടുമോ? വെറും 7 രൂപയുടെ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ. ഇന്ത്യൻ കമ്പനി 18 വർഷമായി ഭാരതത്തിൽ സേവനം ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലും വന്നിരിക്കുന്നു. അറിയാതെ പോകരുത്, ഇത് മറ്റുള്ളവരെ അറിയിക്കാതെ പോകരുത്. ഒരു പ്രാവശ്യമാണ് നമുക്ക് ജന്മം കിട്ടുന്നത്, ഒരു പ്രാവശ്യമാണ് ജീവിതം കിട്ടുന്നത്. ആ സമയത്ത് ഏറ്റവും മികച്ചത്, ഏറ്റവും നല്ലത്, കുറച്ചധികം നമുക്കും നമ്മുടെ സമൂഹത്തിനും കൊടുത്തു പോകാൻ ഈശ്വരൻ നമ്മളെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു അവസരമാണ് IMC-യിലെ നമ്മുടെ ആ വരവ്. ഒരിക്കലും അത് കാണാതെ പോകരുത്. നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥവും കിട്ടും, പര്യായവും കിട്ടും. ഒരുപക്ഷെ നിങ്ങളുടെ പൂർവികർ ചെയ്തിരിക്കുന്ന നല്ല കർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇത് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനെ നമ്മൾ അതിജീവിക്കണം, മുന്നേറണം. നമ്മൾ ഓരോ പ്രോബ്ലം ഓരോ സ്റ്റെപ്പാണ് മേലോട്ട് കയറാൻ. ആരെങ്കിലും വിചാരിക്കുന്നു ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കണില്ല, ആരും സാധനം മേടിക്കണില്ല. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയും, പ്രശ്നങ്ങൾ എല്ലാ കാലത്തും എല്ലായ്പ്പോഴും ഉണ്ടാകും. അതിനെ അതിജീവിക്കാൻ ഒറ്റ മാർഗമുള്ളത് എന്താണ്? നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. ഈ ലോകത്തിൽ ഏറ്റവും പവിത്രമായിട്ടുള്ളത് നമ്മൾ ഏത് മേഖലയിലാണ് വന്നിരിക്കുന്നത് ആ മേഖലയെ കുറിച്ചുള്ള ജ്ഞാനം സ്വാംശീകരിക്കണം. ആ സ്വാംശീകരിച്ചാൽ നമുക്ക് പരിഹാരമായി. അപ്പൊ നമ്മളിത് അറിയാതെ പോകരുത്, നമ്മളിത് പങ്കുവെക്കണം, ഇത് മറ്റുള്ളവർക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സമ്പത്തും നമ്മുടെ IMC കമ്പനിയിലുണ്ട്. അതിനെ അറിയാനും അനുഭവിക്കാനും പങ്കുവെക്കാനും നിരന്തരമായ ഇതേപോലെയുള്ള കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം എന്നേക്കുമായിട്ട് അതിമനോഹരമായി വളരെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ആയുസ് ദീർഘിപ്പിച്ച് മുന്നേറാനായിട്ടുള്ള ഒരു അവസരമായി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈശ്വരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ ചെറിയ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് IMC.